الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിൽ മുഴുവൻ സമയത്തും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വ്യക്തിപരമായി ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ പടച്ചവനോടുള്ള ഓർമ്മയും സ്മരണയും ഒക്കെ ഒരു നേരം മറക്കുമ്പോൾ ഞാൻ ജീവിക്കുന്നത് തന്നെ ചില മോഹങ്ങളെ, ചില ഇഷ്ടങ്ങളെ, ചില സ്വപ്നങ്ങളെ കരസ്ഥമാക്കാനുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവാറുണ്ട്. അതേസമയം ആ ഇഷ്ടത്തോട് ഞാൻ എത്തിച്ചേർന്നാൽ, ആ മോഹത്തിലേക്ക് ഞാൻ എൻ്റെ യാത്രയിലൂടെ എത്തിപ്പെട്ടാൽ അതിൻ്റെ സുഖവും മധുരവും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത മോഹത്തിലേക്കും അടുത്ത ഇഷ്ടത്തിലേക്കുമായിരിക്കും എൻ്റെ യാത്ര. വർഷങ്ങളോളം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിനോട് മടുപ്പ് തോന്നുകയും മറ്റൊരു വസ്തുവിനോട് ഇഷ്ടം തോന്നുകയും ചെയ്യുന്നതാണ് ഭൗതിക ജീവിതത്തിൻ്റെ പ്രകൃതം തന്നെ. ഖുർആൻ നമ്മളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന, വളരെ സീരിയസ് ആയി കാണുന്ന ദുനിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഖുർആൻ വളരെ വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നമൽ ഹയാത്തി ദുനിയ ലഇബുൻ വലഹ്വുൻ വസീന എന്നാണ് അതിൻ്റെ ചുരുക്കം. ഭൗതിക ജീവിതം ഒരു കളിതമാശയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു അതിൻ്റെ വലുപ്പത്തെ കുറക്കാൻ. എന്തിനാ വലുപ്പത്തെ കുറക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ വിഷൻ തീരുമാനിക്കുമ്പോൾ, അവൻ്റെ ജീവിതത്തിൻ്റെ മോഹങ്ങളെയും ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളൊക്കെ ഒരർത്ഥത്തിൽ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ വളരെ ബേസിക്കലി മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു വസ്തുത ഇത് നിത്യമായും എനിക്കുള്ള ഒന്നല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നും, വിചാരിക്കുന്നതൊക്കെ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവുമല്ല
ഭൗതിക ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന വളരെ ബാലപാഠം, ഭൗതിക ജീവിതത്തിന്റെ ബാലപാഠം അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവര്, ഇതുപോലെ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യരായ നമുക്ക് ആശകളും മോഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഏതോ അർത്ഥത്തിൽ നമുക്കോ നമ്മുടെ ചുറ്റുപാടോ ഉള്ള ആളുകൾ അങ്ങനെ എല്ലാ മോഹങ്ങളും എത്തിപ്പിടിക്കാൻ സാധിച്ചവർ ആയിരിക്കണമെന്നില്ല. എല്ലാ ലക്ഷ്യങ്ങളും ജീവിതത്തിൽ നേടിയെടുത്തവരായിരിക്കണം എന്നില്ല. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് 40 വർഷം ജീവിച്ച ഒരാളാണെങ്കിൽ, 30 വർഷം ജീവിച്ച ഒരാളാണെങ്കിൽ, കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും വിഷമവും, അതല്ലെങ്കിൽ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനവും സന്തോഷവും, ഇതിനൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവിതം എപ്പോഴും കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചുമായിരിക്കും മനുഷ്യ പ്രകൃതിയാൽ ഉണ്ടാവുക. അള്ളാഹു ഇവിടെ പറയുന്നത്, ഇവിടെ ഓതിവെച്ച ആയത്ത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന സൂറ ആലു ഇമ്രാനിലെ ആയത്താണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത്, ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവിന്റെയും പകലിന്റെയും മാറ്റങ്ങളിലൊക്കെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടെന്നാണ്. ആ അത്ഭുതങ്ങൾ കണ്ടെത്തുന്ന ആളുകൾ ബുദ്ധിയുള്ള ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ആയാത്തിൽ ഉലിൽ അൽബാബ്, എല്ലാവർക്കും അതില് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ബുദ്ധി കൊണ്ട് ആലോചിക്കുകയും ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും ദൈനംദിന ജീവിതത്തെ എൻ്റെ ബുദ്ധിയിലും എൻ്റെ ചിന്തയിലും ഞാൻ നിരൂപണം ചെയ്യുകയും ചെയ്താൽ, എന്നെ തന്നെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യാൻ കൂടി തീരുമാനിച്ചാൽ മാത്രമേ ആ ദൃഷ്ടാന്തത്തെ കുറിച്ചിട്ട് അയാൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. സാധാരണഗതിയിൽ ഈ ആയത്ത് നമ്മളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. എപ്പോഴാണ് അത് പറയാറുള്ളത് എന്ന് ചോദിച്ചാൽ, ആസ്ട്രോണമിയെ കുറിച്ചിട്ട് പറയുമ്പോൾ, അതല്ലെങ്കിൽ ജിയോഗ്രഫിന്റെ അത്ഭുതങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഭൂമിശാസ്ത്രത്തെ കുറിച്ചും വാനശാസ്ത്രത്തെ കുറിച്ചിട്ടൊക്കെയുള്ള സയന്റിഫിക്കൽ മിറാക്കിൾസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ആയത്ത് ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച പടച്ചവൻ രാവിലും പകലിലും വ്യത്യസ്തമായി എല്ലാ ദിവസവും രാവും പകലും വന്നുകൊണ്ടിരിക്കുന്നതിന്റെ അത്ഭുതത്തെ കുറിച്ചിട്ട് പറയുമ്പം അതിൻ്റെ ഇടയിൽ ആ സൃഷ്ടിപ്പിന്റെ അത്ഭുതത്തിൽ മാത്രമല്ല ചിന്തിക്കാനുള്ളത്, മറിച്ച് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ എന്ന് പറഞ്ഞാൽ രാവിലെയും പകലുമാകുന്ന 24 മണിക്കൂറിന്റെ ഒരു ദിവസത്തെ ജീവിത കാലയളവിൽ അവൻ അനുഭവിക്കുന്ന അനുഭവങ്ങളിലുമുണ്ട് ആയാത്തുകൾ എന്നാണ് അതിന്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സംഗതി. എൻ്റെ 24 മണിക്കൂറിൽ ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ, ആ അനുഭവങ്ങളിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹു എനിക്ക് കാഴ്ച തന്ന് ആ കാഴ്ച കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജോലി സ്ഥലത്ത് പോകുന്ന സമയത്ത്, എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ സോഷ്യൽ സ്പേസുകളിൽ, എൻ്റെ സോഷ്യൽ മീഡിയ സ്പേസുകളിൽ ഞാനിങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ. പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ അനുഭവങ്ങളെ ഒബ്സർവ് ചെയ്യാൻ ഏതോ അർത്ഥത്തിൽ മടി തോന്നുകയോ അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ തന്നെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത വരുമ്പം ഇത്തരം ആയത്തുകൾക്ക് ഒരു പ്രസക്തിയുണ്ട്. നീ അങ്ങനെ നിന്റെ ജീവിതത്തിൽ നിന്റേതായ സ്പേസിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരുവനല്ലെന്നും ചുറ്റുമുള്ള സംഗതികളെ അള്ളാഹു മനഃപൂർവ്വം നിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് എന്ന് അള്ളാഹു പറയാണ്. പ്രിയപ്പെട്ടവര്, ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴാണ് ഓർക്കുക? എൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം എപ്പോഴാണ്? എന്താണോ എൻ്റെ കയ്യിൽ അള്ളാഹു ഞാൻ അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിലെ ഏതെങ്കിലും ഒന്നിനൊരു കോട്ടം തട്ടിയാൽ, ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം വർക്ക് ചെയ്യാതിരുന്നാൽ, ഏതെങ്കിലും ഒന്നിന് ചെറിയൊരു ഡാമേജ് സംഭവിച്ചാൽ നമുക്കതിന്റെ വലുപ്പം മനസ്സിലാകാൻ, ആ വലുപ്പത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവൻ എണ്ണാൻ ശ്രമിച്ചാൽ അവനെ കൊണ്ട് സാധ്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞ വളരെ വ്യക്തമായൊരു കാര്യമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട്, പുതിയ ശാസ്ത്ര വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ആകാശത്ത് എത്ര നക്ഷത്രങ്ങൾ തിളങ്ങി നിന്നിരുന്നു എന്ന് വേണമെങ്കിൽ ആസ്ട്രോണമിക്ക് ഒരാഴ്ചത്തെ റിസർച്ചിന് ശേഷം പുറത്തു കൊണ്ടുവരാൻ പറ്റും.
അങ്ങനെ പഠിക്കാനും അങ്ങനെയുള്ള റിസർച്ചുകൾക്കുള്ള എക്യുപ്മെന്റ്സ് എല്ലാ അർത്ഥത്തിലും വളരെ സജ്ജീകരിച്ച ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു നേരം അവൻ അനുഭവിക്കുന്ന പടച്ചവന്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ നോക്കിയാൽ, അത് എത്ര വലിയ ടെക്നോളജി ഉപയോഗിച്ചാലും ശരി, എത്ര വലിയ മെഷീനുകൾ ഉപയോഗിച്ചാലും ശരി, ഏതർത്ഥത്തിലുള്ള ഹൈടെക് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചാലും ശരി, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ എണ്ണാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളത് അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. നിങ്ങളൊന്ന് എണ്ണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിനോട് സാധ്യമല്ല. ഇനി ഒരായുസ് നീളമുള്ള അനുഗ്രഹങ്ങൾ എണ്ണുന്നത് പോട്ടെ, ഒരു ദിവസത്തെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു ജുമുഅ ദിവസം മിമ്പറിൽ കയറി എന്നിട്ട് പൊട്ടിക്കരയാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയതിനു ശേഷം കുറച്ചു നേരം കരഞ്ഞതിന് ശേഷം എന്തോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാൻ പോകാൻ, വളരെ ഇമോഷണൽ ആയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. മിമ്പറിൽ നിന്നുകൊണ്ട് ആളുകളുടെ മുന്നിൽ ഇങ്ങനെ കണ്ണു നിറഞ്ഞുകൊണ്ട് എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷയിൽ സഹാബാക്കളൊക്കെ ഇങ്ങനെ നിൽക്കാൻ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതുപോലൊരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി എന്നിട്ട് കരഞ്ഞൊരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. എന്തിനാ കരഞ്ഞത്? ആളുകളോടൊക്കെ ആവശ്യപ്പെടാണ്, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് അഫ്വിനെയും ആഫിയത്തിനെയും ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇമോഷണൽ ആയത്. അതിനുശേഷം പറഞ്ഞൊരു സംഗതി ഉണ്ട്, ആഫിയത്ത് പോലെ പ്രധാനപ്പെട്ട, ആഫിയത്ത് പോലെ അത്രയും വലുപ്പമുള്ള ഒരു അനുഗ്രഹം ഹിദായത്തിന് ശേഷം മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അത്ര പ്രധാനപ്പെട്ട, നമ്മൾ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് എണ്ണുമല്ലോ, എന്താണ് അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ശരീരം, ഞാൻ ശ്വസിക്കുന്ന വായു, ഞാൻ കുടിക്കുന്ന വെള്ളം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, എന്റെ ജീവിതത്തിലെ എന്റെ ശരീരത്തിനകത്തെ ഇന്റേണൽ ഓർഗാൻസ്, അത് വർക്ക് ചെയ്യുന്നതിന്റെ പ്രോസസ്, അതിന്റെ അത്ഭുതങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മൾ എണ്ണാൻ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും തീരുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഖുതുബ പറയുന്നത്. ആ വിഷയത്തിൽ ഒരു ഖുതുബ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ കിതാബുകളിൽ അതിനു വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരുപാട് കാണാൻ പറ്റും. അല്ല ആഫിയ എന്ന ടോപ്പിക്കിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഫിയത്ത് എന്ന് പറയുന്ന അനുഗ്രഹം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. റസൂലുള്ളാഹിന്റെ ദുആക്കളുടെ ലിസ്റ്റ് വരുന്നുണ്ട്. ആ ലിസ്റ്റിലൊക്കെ വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഫ്വിനെയും, അഫ്വ എന്ന് പറഞ്ഞാൽ ഫോർഗിവ്സ് ആണ്, അല്ലാഹുവേ നിന്നോട് പാപമോചനം ഞാൻ ചോദിക്കാൻ, അതേപോലെ അൽ ആഫിയ, ആഫിയത്തിനെയും ചോദിക്കാൻ. ഒരു സഹാബി, വളരെ ആക്റ്റീവായ, വളരെ ഖുവ്വത്തുള്ള, വളരെ സ്ട്രെങ്ത് ഉള്ള ആളുകളെ കൂട്ടത്തിലൊക്കെ നല്ല എന്താ പറയാ, ശാരീരികമായി ഫലമുള്ള ഒരു സഹാബി പെട്ടെന്നൊരു ദിവസം ശരീരം മൊത്തം തളർന്ന് കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ റസൂലെ, ഞാന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പം, അള്ളാഹുവേ, ആഖിറത്തിൽ പരലോകത്ത് നീ എനിക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷയും അദാബും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നീ ദുനിയാവിൽ എനിക്ക് തരികയും ഇവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പറയാം. ആഖിറത്തിൽ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ദുആ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. റസൂൽ ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇനി മുതൽ നീ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. നീ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും നല്ല പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എപ്പോഴും നീ പ്രാർത്ഥിക്കേണ്ടത്, പടച്ചോനെ, ആഖിറത്തിലുള്ള ശിക്ഷ ഒക്കെ ദുനിയാവിൽ തന്നിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടുത്തണേ എന്നല്ല, മറിച്ച് അള്ളാഹു എനിക്ക് ദുനിയാവ് ഹസനായിരിക്കണം, ദുനിയാവിൽ എനിക്ക് ആഫിയത്ത് ഉണ്ടാവണം, ദുനിയാവിൽ എനിക്ക് സന്തോഷം ഉണ്ടാവണം, ദുനിയാവിൽ എനിക്ക് റിസ്ക് ഉണ്ടാവണം, ദുനിയാവിൽ എനിക്കും എന്റെ കുടുംബത്തിനും സന്തോഷവും സമാധാനവും ഉണ്ടാവണം, അതേപോലെ ആഖിറത്തിൽ ഉണ്ടാകണം. രണ്ടു ലോകത്തെയും ഒരുപോലെയുള്ള ഹസനത്തിന് നീ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, അല്ല ആഫിയ എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാലോ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമുക്ക് പരിചയമുള്ള ആളുകളിൽ 10,000 രൂപ കൊടുത്തിട്ട് ഓക്സിജൻ വലിക്കുന്ന എത്ര ആളുകളുണ്ട്? രാത്രി കടന്നിട്ട് ഉറക്കം വരാതെ ടാബ്ലറ്റിന്റെ ശക്തിയിൽ ഉറങ്ങുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹിക്കാൻ വേണ്ടി ടാബ്ലറ്റ് കഴിക്കുന്ന എത്ര ആളുകളുണ്ട്? ഈ അടുത്തൊരു സുഹൃത്തിന്റെ കുട്ടിയുടെ ഒരു അനുഭവം കിട്ടും. പ്രസവിച്ച ഉടനെ മുലപ്പാല് കുടിക്കുന്ന സമയത്ത് ആ മുലപ്പാല് പുറത്തേക്ക് വരികയാണ്. കുടിച്ചു കഴിഞ്ഞ ഉടനെ അത് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട്
ഒരുപാട് നാളത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അതിന്റെ പ്രയാസം ആ ഉപ്പയും ഉമ്മയും, അറിയാലോ, ഒരു ബാപ്പയും ഉമ്മയും ഒരു കുഞ്ഞിന് ആ അർത്ഥത്തിൽ വേദനിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷവും വിഷമവും എത്രയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ആ കുഞ്ഞിന് 13 വയസ്സാണ്. 13 വർഷക്കാലമായി ഒരു ഭക്ഷണം കൊടുത്താൽ, ഒരു വെള്ളം കൊടുത്താൽ, ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ, അതിന്റെ കൂടെ ടാബ്ലറ്റ് കഴിക്കാതിരുന്നാൽ വയറ്റിന്ന് ദഹിക്കാത്ത പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. അതിന് വയറ്റിന് ദഹിച്ചിട്ട് അത് വിസർജനമായി പോകാൻ പറ്റാത്തതിന്റെ പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു ചെറിയ യൂണിറ്റ് ബ്ലഡിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. ബ്ലഡ് കയറ്റുന്ന സമയത്ത് മാറിപ്പോയതിന്റെ പേരിൽ മരണം സംഭവിച്ച എത്ര ആളുകളുണ്ട്. ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററുകളിലും കാഷ്വാലിറ്റികളിലും അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ വരാന്തകളിലും വേദനയും വിഷമവും അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ജുമാക്ക് നമ്മൾ പള്ളിയിൽ നടന്നു വന്നില്ലേ, നമ്മൾ വാഹനം ഓടിച്ചു വന്നില്ലേ, രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ, രാവിലെ ഉറങ്ങി എഴുന്നേറ്റില്ലേ. 10 ലക്ഷത്തോളം ആളുകൾ ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ലല്ലോ. ഒരു ദിവസത്തിന്റെ മരണക്കണക്ക് അങ്ങനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ആ 10 ലക്ഷത്തോളം ആളുകൾ ഒരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന എത്ര വലുതാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ അർത്ഥത്തിന്റെ പ്രസക്തി എത്ര വലുതാണ്. അള്ളാഹു ഒരു മരണത്തിന് ശേഷം ഞാൻ ജനിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അതിന്റെ സന്ദേശം നൽകുന്ന ഉൾക്കാഴ്ച എത്ര വലുതാകണം പ്രിയപ്പെട്ടവരെ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഇടക്കിടക്ക് ചോദിക്കുന്നില്ലേ, അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചിട്ട് നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിലാക്കിയവൻ ആരാണ്? എല്ലാ വെള്ളവും നിങ്ങൾ കുടിക്കോ? നിങ്ങൾ എത്ര ദാഹിച്ചു വരുന്നാലും റോഡ് സൈഡിൽ കാണുന്ന ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കോ? അത് ഡ്രിങ്കിങ് വാട്ടർ ആണെന്നുള്ള ബോർഡിന്റെ കീഴിലല്ലാത്തൊരു വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുമോ? ഏറ്റവും ക്ലീൻ ആയ വെള്ളം മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അത് മാത്രമല്ല നിങ്ങളുടെ ദാഹത്തിന്റെ ശമനത്തിന് വേണ്ടി സഹായിക്കുകയുള്ളൂ. അത് മാത്രമല്ല നിങ്ങൾക്ക് നല്ല ബ്ലഡ് സർക്കുലേഷന് വേണ്ടി സഹായിക്കുകയുള്ളൂ. അത് മാത്രമല്ല നിങ്ങളുടെ നരമ്പുകളെ, ന്യൂറോകളെ നനക്കുകയുള്ളൂ. ആ നരമ്പുകൾ നനഞ്ഞാൽ മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയുള്ളൂ. അത് നടന്നാൽ മാത്രമല്ല നിങ്ങളുടെ ഷുഗറും പ്രഷറും ബാലൻസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ ഓർഗാൻസിനും കിഡ്നിക്കും ലിവറിനും നല്ല രീതിയിലുള്ള ഹെൽത്ത് കിട്ടുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കഥയാണ്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രസക്തി അത്ര വലുതാണ്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. ഇങ്ങനെ കുടിക്കുന്നില്ലേ? ഓരോ ഡോക്ടേഴ്സിന്റെയും കണക്കനുസരിച്ചുകൊണ്ട് നിങ്ങൾ 8 ഗ്ലാസും 9 ഗ്ലാസും 10 ഗ്ലാസും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്നാ വെള്ളം? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ ആ വെള്ളം ആകാശത്ത് ഇറക്കിയത്, അല്ല നാമാണോ എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് മാത്രം ചോദിക്കുന്ന ചോദ്യമില്ല. എന്നെയും നിങ്ങളെയും ദിവസം ചിന്തിപ്പിക്കാൻ, അള്ളാന്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രയാസവും വിഷമവും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തളർന്നു കിടക്കേണ്ടവനല്ല വിശ്വാസി എന്ന് പഠിപ്പിക്കാൻ, അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചും അതിൽ അഭിമാനം കൊള്ളുകയും അതിൽ ശുക്ർ കാണിക്കുകയും ചെയ്യേണ്ടവനാണ് എന്ന് പഠിപ്പിക്കാൻ. മറ്റൊരു സ്ഥലത്ത് ചോദിച്ചില്ലേ, സൂറ മുൽക്കിൽ നമുക്കൊക്കെ അറിയുന്ന ആയത്തല്ലേ, അവസാന ഭാഗത്ത് ഏറ്റവും തെളിനീര് പോലത്തെ ഒരു വെള്ളം അള്ളാഹു ഭൂമിയിൽ നിന്ന് ഉറവയിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ആ ഇറങ്ങിപ്പോയ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് പിന്നെയും നിങ്ങൾ കിണറ്റിലൂടെ വരുന്നു. ആ വെള്ളം നിങ്ങൾ കുടിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നു, ഇതെങ്ങാനും അള്ളാഹു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുതരിക എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, അത് വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണാൻ. ഗസയിലെ സംഭവങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് മാത്രം നിരീക്ഷപ്പെട്ടവരെ മനുഷ്യത്വപരമായി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ കണ്ണുകൂടി നോക്കിയാല് ദാഹിച്ചു മരിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മിലിറ്ററി വലിയൊരു അനൗൺസ്മെന്റ് നടത്തുകയാണ് ഗസയിൽ. എന്താണ് അനൗൺസ്മെന്റ്? കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി നിങ്ങൾ വലിയ പരീക്ഷണത്തിലാണ്, കുറച്ച് മാസങ്ങളായി നിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. പട്ടിണി എടുക്കുന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയാം, ദാഹിക്കുന്ന ആളുകളുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണവും കുറച്ച് ദിവസത്തേക്കുള്ള വെള്ളവും നമ്മൾ തന്നെ സപ്ലൈ ആണ് എന്ന് വലിയൊരു അനൗൺസ്മെന്റിന് ശേഷം ആശ്വാസത്തോടു കൂടി 2ഉം 3ഉം വയസ്സുള്ള കുഞ്ഞുങ്ങള് വലിയ വലിയ ബക്കറ്റും ബോക്സുമായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കാൻ. തന്റെ ബാപ്പ, തന്റെ ഉമ്മ വലിയ പ്രതിസന്ധി അനുഭവിച്ച് ടെന്റുകളിൽ ദാഹിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ള പേടിയിൽ 3ഉം 4ഉം വയസ്സുള്ള കുട്ടിക്ക് ആ ബോധ്യത്തോടു കൂടി ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ക്യൂവിൽ നിൽക്കുന്ന കുട്ടികളെ പോലും വെടിവെച്ച് കൊന്നതാ എന്ന് പറഞ്ഞാൽ ദാഹിച്ചുകൊണ്ട് മരിക്കുകയാണ്.
വിശപ്പ് സഹിച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. അത് പൊളിറ്റിക്കലി പിന്നെയുള്ള ഗസയിലെ സംഭവങ്ങൾ മാത്രമല്ല, ദാഹം കാലാകാലമായി അനുഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കൻ ഗ്രാമങ്ങളുണ്ട്. അവർക്ക് നിരന്തരം ഒരു ദിവസത്തെ വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം നടക്കുന്നത് പഴയ കാലത്തെ സഹാബാക്കളുടെ കഥകൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്നും മോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിലും ആ അർത്ഥത്തിലുള്ള ഗ്രാമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അനുഗ്രഹം നിങ്ങൾ എന്തേ മനസ്സിലാക്കാത്തത്? ആ ഗ്ലാസ് വെള്ളത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോട്ടീനെ കുറിച്ചും നിങ്ങൾക്ക് കിട്ടുന്ന വൈറ്റമിനെ കുറിച്ചും അതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കാൻ. ഇതുപോലെ എല്ലാം അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഫല്യംബൂരിൽ ഇൻസാനില്ലാത്ത ആമി, കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ തന്നെയാണ്, ശ്വസിക്കുന്ന വായുവും അങ്ങനെ തന്നെയാണ്. 35,000 രൂപ ഒരു ദിവസത്തേക്ക് വേണ്ടി കൊടുക്കുന്ന എത്ര ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര ഫ്രീ ആയിട്ടാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു ചിന്തിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ആഫിയ എന്നുള്ളതിനെ കുറിച്ച് നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. മറ്റെന്ത് നിങ്ങൾക്ക് എണ്ണീട്ട് പറയാൻ പറ്റും, പക്ഷെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണീട്ട് പറയാൻ പറ്റില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ആഫിയ. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ മിനല്ലാഹി വഅഹബ്ബു ഇലല്ലാഹി അൽ മുഅ്മിനുൽ ദഈഫ്. ഒരു ദഈഫായ, ഒരു ബലഹീനനായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ശക്തനായ വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ, രോഗം വന്നതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റിനേക്കാൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് രോഗം വരാതിരിക്കാനുള്ള നിങ്ങളുടെ ശ്രദ്ധയെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ആരുടെയും ശക്തിയിലോ ഫലത്തിലോ അല്ല നമ്മൾ ആരും ജീവിച്ചു പോകുന്നത്. കുറച്ചു നാള് മുമ്പ് വരെ നമുക്കൊക്കെ ഉണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ മരണചിന്ത അല്ലെങ്കിൽ രോഗാവസ്ഥ എന്നൊക്കെ പറയുന്നത് ആഫ്റ്റർ 40 അല്ലെങ്കിൽ ആഫ്റ്റർ 50 അല്ലെങ്കിൽ ആഫ്റ്റർ 60 എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, യൗവനത്തിൽ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവം നമുക്കൊന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പഠിക്കാൻ വേണ്ടി സ്റ്റഡി റൂമിൽ ഇരുന്നുകൊണ്ട് അസൈൻമെന്റും പ്രൊജക്റ്റും ചെയ്യുന്ന +2 വിദ്യാർത്ഥികൾ മരിച്ച ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം വന്നാൽ അത് ഒരു നേരം പോലും നീട്ടിക്കൊടുക്കാൻ അള്ളാഹു തയ്യാറല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു താബിഈ പണ്ഡിതൻ ഈജിപ്തിലെ മരുഭൂമിയിലൂടെ ഒരു ദീർഘനേരം യാത്ര ചെയ്യുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രയുടെ ഇടയിൽ ഒരു ടെന്റ് കണ്ടു. ആ ടെന്റിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച, ഒരു വൃദ്ധനായ മനുഷ്യൻ 2 കൈകാലുകളും ഇല്ലാതെ അന്ധനായി ഒരു ചാരുകസേരയിൽ ഇരുന്ന് ഒരു ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല എന്ന് പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, മറ്റാർക്കും നീ കൊടുക്കാത്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ നീ എനിക്ക് തന്നിട്ടുണ്ട്, അത് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു, എല്ലാ സ്തുതിയും എല്ലാ ഹംദും നിനക്ക് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഈ താബഈ പണ്ഡിതൻ അദ്ദേഹത്തെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. എന്ത് അനുഗ്രഹത്തിലാണ് അദ്ദേഹം ഈ വലിയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? 2 കൈയില്ല, 2 കാലില്ല, കണ്ണിന് കാഴ്ചയില്ല. ഈ നമ്മുടെയൊക്കെ ഭാഷയിൽ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരാള്, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരാള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പടച്ചവനെ നീ ആർക്കും കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹം എനിക്ക് നീ തന്നിട്ടുണ്ട് എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോ ഇതിലൊരു കൗതുകം തോന്നിയിട്ട് അദ്ദേഹം ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോവുകയും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, എന്ത് ഫളല് കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാഹു എനിക്ക് ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഫളല് എനിക്ക് തന്നിട്ടുണ്ട്, അത് ഹിദായത്താണ്, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ള അനുഗ്രഹമാണ്. രണ്ടാമത്, നിരന്തരം അള്ളാഹുവിനെ ഓർക്കാനും തസ്ബീഹ് ചെയ്യാനും ഹംദ് പറയാനും ഉള്ള നാവ് അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്, അത് നിരന്തരം ഓർക്കാനുള്ള ബുദ്ധി അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്, ചിന്താശേഷി എനിക്ക് തന്നിട്ടുണ്ട്. ഈ സംഗതികളൊക്കെ എനിക്ക് തന്ന അള്ളാഹു ഇതൊക്കെ കിട്ടാത്ത എത്ര ആളുകളുണ്ട്? ഹിദായത്ത് കിട്ടാതെ വലഞ്ഞ് മൃഗീയമായി ജീവിക്കുന്ന എത്ര ആയിരങ്ങളുണ്ട്? സംസാരിക്കാനുള്ള ശേഷിയില്ലാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്? ഇതെല്ലാം ഉണ്ട്, നല്ല ശരീരമുണ്ട്, നല്ല കണ്ണുണ്ട്, നല്ല കാതുണ്ട്, നല്ല കേൾവി ശക്തി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തതിന്റെ പേരിൽ ആളുകൾക്കിടയിൽ പരിഹസിക്കപ്പെടുന്ന എത്ര മനുഷ്യ ജീവനുകളുണ്ട്?
ഇതൊന്നുമല്ലാതെ അള്ളാഹു എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും ശുക്ർ കാണിക്കുന്ന ആളായിക്കൊണ്ടിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വലിയ അത്ഭുതം തോന്നുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് പിന്നീട് ആ സംഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ വലിയ സന്ദേശങ്ങളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പരാജയങ്ങളുടെയും രോഗങ്ങളുടെയും കണക്ക് വിരല് കൊണ്ട് എണ്ണാൻ പറ്റുന്നതാണ്. എനിക്ക് എന്തൊക്കെ അസുഖമുണ്ട് വിരല് കൊണ്ട് എണ്ണാൻ പറ്റുന്നതാണ്. ഞാൻ ജീവിതത്തിൽ എത്ര തവണ പരാജയപ്പെട്ടിട്ടുണ്ട് വിരല് കൊണ്ട് എണ്ണാൻ പറ്റുന്നതാണ്. ഞാൻ ജീവിതത്തിൽ എത്ര തവണ അതിഭീകരമായ പരീക്ഷണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് വിരല് കൊണ്ട് എണ്ണാൻ പറ്റുന്നതാണ്. പക്ഷെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുക, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചു നോക്കുക. അത് വിരല് കൊണ്ടോ നമ്മളെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ ഒന്നും എണ്ണാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ പറ്റാത്തത്രയും നൽകുന്നതാണ്. ആ സംഭവത്തിന്റെ പിന്നീട് അങ്ങോട്ടുള്ള വിശദീകരണം അദ്ദേഹത്തിന്റെ മകനായിരുന്നു അദ്ദേഹത്തെ ഇത്രയും നാള് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വന്ന ആള് താബിഈ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സഹായം, നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ തഖ്വയും എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് എനിക്കുണ്ട്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പം അദ്ദേഹം ആ ചാരുകസയിലിരുന്ന് പറഞ്ഞത്, എന്നെ സഹായിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്നെ സഹായിക്കാൻ പടച്ചവനുണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോനുണ്ട്, ആ മോനാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു സഹായം, എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായം, എന്റെ മകനാണ് എനിക്ക് വെള്ളം കോരി തരിക, എന്റെ മകനാണ് എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരിക, അവനാണ് എനിക്ക് എന്റെ ഭക്ഷണം വായിലിട്ട് തരിക, ഇങ്ങനെ എല്ലാം ചെയ്തു തരുന്ന അവനാണ്. അവന് വെള്ളം കോരാൻ വേണ്ടിയിട്ട് അല്പ ദൂരം പോയിട്ട് കുറച്ച് നേരമായി, രാവിലെ പോയത്, ഇതുവരെ തിരിച്ചു വന്നില്ല, അവനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം എന്നത് മാത്രമേ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ഒരു സഹായമായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പുറത്ത് മരുഭൂമി വിശാലമായ ഒരു സ്ഥലമാണ്, അങ്ങനെ എല്ലാ സ്ഥലത്തും പരതി നടന്നു. അവസാനം സന്ധ്യാസമയത്ത് എത്തിയപ്പം അദ്ദേഹം കണ്ടൊരു കാഴ്ച, ഒരു 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 കാട് പോലത്തെ ഒരു സ്ഥലത്ത് വലിയൊരു ഭീകരമായ ഒരു വന്യജീവി ഒരു മനുഷ്യ ശരീരം കവർന്നു തിന്നുന്നതാണ്. അതിൽ രക്തം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഈ പറയുന്ന ഈ വന്യജീവികൾ തിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരം ഈ പറയുന്ന വലിയ മനുഷ്യന്റെ മകനാണ് എന്ന് മനസ്സിലായി. പക്ഷെ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന രണ്ട് കാലുകളും രണ്ട് കൈകളും ഇല്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ് സ്വന്തം മകന്റെ ഒരു മരണ വാർത്ത ഹാൻഡിൽ ചെയ്യാന്ന് അദ്ദേഹത്തിന് മനസ്സിലാകത്തുകൊണ്ട് വളരെ ഹിക്മത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടി ടെന്റിലേക്ക് പോകാൻ. എന്നിട്ട് ചോദിച്ചു, നിങ്ങള് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അതെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അള്ളാഹു എങ്ങനെയാണ് പരീക്ഷിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. എന്താ പറഞ്ഞത്? വനാദ അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമ്പത്തികപരമായി പരീക്ഷിക്കപ്പെട്ട ആളാണ്, ആരോഗ്യ മേഖലയിൽ പരീക്ഷിക്കപ്പെട്ട ആളാണ്, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ്. എല്ലാ അർത്ഥത്തിലും പരീക്ഷണങ്ങൾക്ക് വിധേയനായ അയ്യൂബ് എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ അള്ളാന്റെ മുന്നിൽ കൈ ഉയർത്തിട്ട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ അന്നി മസ്സനി അദ്ദുർ, ദുർറ് എന്ന് പറയുന്ന പരീക്ഷണം എന്ന് പറയുന്ന പ്രതിസന്ധി എന്ന് പറയുന്ന സകലമാന കോലത്തിലും അള്ളാഹു നീ എന്നെ പരീക്ഷിച്ചു. പക്ഷെ നീ റഹ്മാനാണ്, റഹീമാണ്, കരുണയുള്ളവനാണ് എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യൂബ് നബി അള്ളാഹ്ക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണോ അല്ല താങ്കളാണോ വലുത് എന്ന് നിങ്ങളൊന്ന് പറ. പറഞ്ഞു, ഉറപ്പല്ലേ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമേക്കാൾ വലുത് എങ്ങനെയാണ് ഞാനാവുക? ഞാൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ, അതുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് വലുത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, എന്നാൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരീക്ഷിച്ചതുപോലെ അള്ളാഹു നിങ്ങളെയും പരീക്ഷിക്കുകയാണ്, നിങ്ങളുടെ മകനെ അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറയുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ഒരു ദീർഘശ്വാസം വലിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിടത്ത് അദ്ദേഹവും കൂടി വഫാത്താകുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിരന്തരം ആലോചിക്കേണ്ടത് അള്ളാഹു തന്ന ബ്ലെസ്സിങ്സിനെ കുറിച്ചിട്ടാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്. അതിനെപ്പോഴും ഞാൻ ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ള ബോധത്തെ കുറിച്ചിട്ടാണ്. എണ്ണിയാലും തീരാത്ത അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. ആഫിയത്തിന് വേണ്ടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ആഫിയത്തില്ലാത്ത ആളുകളെ പോയി സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഈമാനുണ്ട്. ആ ഈമാനിന്റെ ഫലത്തിൽ ആ രോഗികളെ അള്ളാഹു നമ്മുടെ കണ്ണുകൊണ്ട് കാണിപ്പിക്കുന്നത് എന്റെ ഈമാനിന്റെ വർധനവിനാണ് എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെയുള്ള രോഗികളെ കാണുക. രോഗികളെ കാണുമ്പോൾ ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഫ്വും ആഫിയത്തും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും ജീവിതത്തിലെ സകല മേഖലയിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാനും എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന പാപങ്ങൾ, കുറവുകൾ, പോരായ്മകൾ അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും ആഫിയത്തോടു കൂടി ജീവിക്കാനും അഫ്വിനെ ചോദിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നവർ, ജയിലറുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും അള്ളാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാതന്ത്ര്യമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഖമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിന്റെയും ഇസ്ലാമിന്റെയും വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.